കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തെളിഞ്ഞു വന്നതാണ്. 10 വർഷത്തെ ഭരണപരാജയത്തിന് ശേഷം ഇക്കുറി നിലം തൊടാതെ CPM-ന് തോൽവിയേൽക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന ഓരോ സർവേകളടക്കം സൂചിപ്പിക്കുന്നത്. കേരളത്തിലാകെ 50 സീറ്റുകൾ താഴെ മാത്രം നേടി CPM തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴുമെന്നാണ് ജനഹിതമെന്ന് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ CPM-ന്റെ ഉരുക്കുകോട്ടകളെ നിഷ്പ്രയാസം UDF ഉടച്ചു വീഴ്ത്തുമെന്നാണ് ഓരോ സർവേ ഫലങ്ങളും പറയുന്നത്. അത്തരത്തിൽ പത്തനംതിട്ടയിലും UDF-ന്റെ പ്രഭാവം ഉയരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിലും ഇത്തവണ അട്ടിമറി സാധ്യതകൾ പ്രവചിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2 പതിറ്റാണ്ടായി മാത്യു ടി തോമസ് അടക്കി വാഴുന്ന തിരുവല്ല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി കാറ്റ് മാറി വീശുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിലെ 5 മണ്ഡലങ്ങളും തൂത്തുവാരിയ ഇടതിന് ഇത്തവണ ഒരു മണ്ഡലമെങ്കിലും പിടിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. തിരുവല്ലയിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച മാത്യു ടി തോമസ് ഇക്കുറി വലിയൊരു പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 20 വർഷമായി ജനപ്രതിനിധിയായി തുടരുന്ന അദ്ദേഹത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മാത്യു ടി തോമസിനെ തുണയ്ക്കാറുള്ള സഭാ വോട്ടുകളിൽ ഇക്കുറി വലിയൊരു വിഭജനം നടക്കാൻ സാധ്യതയുണ്ട്. മാർത്തോമ സഭയുടെ വലിയൊരു പിന്തുണയെന്നും അദ്ദേഹത്തിന് കരുത്തായിരുന്നു. എന്നാൽ ഇത്തവണ UDF രംഗത്തിറക്കിയിരിക്കുന്നത് വർഗീസ് മാമനെയാണ്. ഒരു മാർത്തോമ സഭാ വൈദികന്റെ മകൻ എന്ന നിലയിലും സഭയുമായി ആഴത്തിലുള്ള കുടുംബ ബന്ധമുള്ള വ്യക്തി എന്ന നിലയിലും വർഗീസ് മാമന് സഭയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല വർഗീസ് മാമന്റെ സഹോദരൻ സഭയിലെ പ്രധാന പദവികൾ വഹിക്കുന്ന വൈദികനാണെന്നതും UDF-ന് ഇത്തവണ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മാത്യു ടി തോമസിനേക്കാൾ സഭയ്ക്കുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വർഗീസ് മാമന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തിരുവല്ല ആഗോള മാർത്തോമ സഭയുടെ കേന്ദ്രമായതിനാൽ അവിടെ സഭയുടെ നിലപാട് എന്നും നിർണായകമാണ്. ഇക്കുറി സഭയുടെ വോട്ടുകൾ ഏകപക്ഷീയമായി LDF-ന് ലഭിക്കില്ലെന്ന് മാത്രമല്ല അത് UDF-ലേക്ക് മറിയാനാണ് സാധ്യതയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. തിരുവല്ലയുടെ വികസന കാര്യത്തിൽ MLA പരാജയമാണെന്ന ആരോപണം ഇക്കുറി സജീവമായി ഉയരുന്നുണ്ട്. പ്രമുഖ സംവിധായകൻ ബ്ലസി പോലുള്ളവർ മണ്ഡലത്തിലെ വികസന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. മുൻപ് മാമൻ മത്തായിയെ പോലെയുള്ള നേതാക്കൾ ജനങ്ങളുമായി പുലർത്തിയിരുന്ന അടുത്ത ബന്ധം മാത്യു ടി തോമസിനില്ല എന്നതും ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന MLA-യുടെ രീതി സാധാരണക്കാരായ വോട്ടർമാരെ അകറ്റിയോ എന്ന സംശയവും നിലനിൽക്കുന്നു. തിരുവല്ലയിൽ മാത്രമല്ല ജില്ലയിലെ മറ്റ് 4 മണ്ഡലങ്ങളിലും LDF ഇക്കുറി കടുത്ത പോരാട്ടമാണ് നേരിടുന്നത്. ആറന്മുള, കോന്നി, റാന്നി, അടൂർ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ LDF നേടിയ ഭൂരിപക്ഷം അത്ര വലുതായിരുന്നില്ല. വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന ആറന്മുളയിൽ മാത്രമാണ് അത്യാവശ്യം ഭേദപ്പെട്ട ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വീണ ജോർജിനെതിരെയുള്ള വികാരവും ഭരണവിരുദ്ധ തരംഗവും ജില്ലയിൽ ഉടനീളം ദൃശ്യമാണ്. കോന്നിയിൽ പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസംഗവും വോട്ടർമാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കവേ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ പിണറായിയുടെ മറുപടി ഏറെ വിവാദമായിരുന്നു. എന്നാൽ ഒരു വശത്ത് CPM-നുള്ളിൽ തന്നെ മാത്യു ടി തോമസിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പല ബൂത്തുകളിലും LDF പ്രവർത്തകർ സജീവമായിരുന്നില്ല എന്ന ആക്ഷേപം മുൻപേ നിലനിൽക്കുന്നതാണ്. LDF-ലെ ഘടകകക്ഷിയായ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ നേതാവായ മാത്യു ടി തോമസിന് CPM-ന്റെ പൂർണ്ണ പിന്തുണ താഴെത്തട്ടിൽ ലഭിക്കുമോ എന്നതും കണ്ടറിയണം. UDF-ന്റെ കാര്യമെടുത്താൽ മുൻപത്തെ പോലെ വലിയ വിമത നീക്കങ്ങൾ ഇത്തവണ തിരുവല്ലയിൽ കാണുന്നില്ല എന്നത് അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. PJ കുര്യനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ സജീവ സാന്നിധ്യവും വർഗീസ് മാമന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ 5 സീറ്റുകളും ചുവപ്പിൽ നിന്ന് മാറി UDF-ലേക്ക് ചായുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഭരണവിരുദ്ധ വികാരം ഒരു വശത്തും സാമുദായിക വോട്ടുകളിലെ മാറ്റം മറുവശത്തും നിൽക്കുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അപ്രവചനീയമാകും. ചുരുക്കത്തിൽ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കാണാൻ പോകുന്നത്. 20 വർഷത്തെ LDF ആധിപത്യം അവസാനിപ്പിച്ച് UDF പത്തനംതിട്ട പിടിച്ചെടുക്കുമെന്നാണ് സൂചനകൾ. സഭാ വോട്ടുകളും ഭരണവിരുദ്ധ വികാരവും ഒത്തുചേർന്നാൽ അത് LDF-ന് വലിയ ആഘാതമായിരിക്കും നൽകുക. തിരുവല്ലയിലെ ഫലം ഇതിന്റെ ദിശാസൂചികയായി മാറാൻ സാധ്യതയുണ്ട്.